പെരുന്നാളിന് സുന്നത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തെക്ബീർ ചൊല്ലുക എന്നുള്ളത്. നമ്മളൊക്കെ തെക്ബീർ ചൊല്ലാറുണ്ട്, അത് സുന്നത്തായ സംഗതിയാണ്. എപ്പോഴാണ് തെക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളത്, ആർക്കൊക്കെയാണ് സുന്നത്തുള്ളത്, എവിടെ വെച്ചെല്ലാം സുന്നത്തുണ്ട്, നിസ്കാരശേഷം സുന്നത്തുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ബലിപെരുന്നാളിന് തെക്ബീർ സുന്നത്തുള്ളത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് മുഖയ്യദായ തക്ബീർ എന്ന് പറയും, മുർസലായ തക്ബീർ എന്ന് പറയും. അതുപോലെ തന്നെ മൃഗങ്ങളെ കാണുമ്പോൾ ആടുമാട് ഒട്ടകം ഉളുഹിയത്തിന് അറുക്കാൻ പറ്റിയ രൂപത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഉളുഹിയത്തിന് മതിയായ ഒരു മൃഗങ്ങളെ കാണുമ്പോഴെല്ലാം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതിന് പുറമെ ബലിപെരുന്നാളിൻ്റെ തക്ബീർ മുർസലായ തക്ബീറുണ്ട്, മുഖയ്യദായ തക്ബീറുണ്ട്. അറഫ ദിവസം, അറഫൻ്റെ അന്ന് സുബ്ഹി നിസ്കാരം മുതൽക്ക് അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസമായ ദുൽഹിജ്ജ 13 അന്ന് അസ്ർ വരെയുള്ള സമയം, ഈ സമയത്ത് ഏത് നിസ്കാരമാണെങ്കിലും, അത് മയ്യിത്ത് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും ഈ നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടനെ മറ്റുള്ള ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പായിട്ട് തെക്ബീർ ചൊല്ലൽ 3 തവണ തെക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഈ തെക്ബീറിന് പറയുന്ന പേരാണ് മുഖയ്യദായ തെക്ബീർ എന്ന് നമ്മൾ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത്. അയ്യാമു തശ്രീഖിൻ്റെ അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം അസർ വരെ എന്നും, അതല്ല അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്ന വരെയാണ് എന്ന് ഇമാമിയങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ തെക്ബീർ ചൊല്ലൽ നിസ്കാരങ്ങൾക്ക് ശേഷം, ഇതിനാണ് മുഖയ്യദായ തക്ബീർ എന്ന് പറയുന്നത്. ഇനി മുർസലായ തക്ബീർ ഉണ്ട്. അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക്, അത് ബലിപെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക്, ഇപ്പോൾ ബലിപെരുന്നാളിന് അറഫൻ്റെ അന്നത്തെ സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നത് വരെ, അവിടെ രണ്ട് രൂപത്തിലുണ്ട്. ചില ആളുകൾ പെരുന്നാൾ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരുണ്ടാവാം, ചില ആൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരുണ്ടാവാം, ചില സ്ത്രീകളാണെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളും ഉണ്ടാവാം. ഇങ്ങനെ 3 ആളുകളുണ്ട്. അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവൻ്റെ ഇമാമ് അല്ലാഹു അക്ബർ നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയം എപ്പോഴാണോ അതുവരെ അവൻക്ക് ഇങ്ങനെ തക്ബീർ യഥേഷ്ടം ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അതിന് പ്രത്യേകിച്ച് സമയങ്ങളില്ല, കണക്കുകളൊന്നുമില്ല. സംസാരം കറാഹത്തില്ലാത്ത സ്ഥലങ്ങൾ വെച്ചുകൊണ്ട്, ഉദാഹരണം ടോയ്ലറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ തക്ബീർ എത്രയും യഥേഷ്ടം ചെല്ലാം. അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം അറഫൻ്റെ അന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമാമ് തക്ബീർ കെട്ടുന്നത് വരെ, ഈ സമയം കുറഞ്ഞ സമയമുള്ളൂ, ആ സമയത്ത് തക്ബീർ എത്രയും ചെല്ലാം. ഇനി ചില ആളുകൾ അപ്പോൾ അവർക്ക് നിസ്കരിക്കാൻ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളുണ്ടാവാം. ചില സഹോദരിമാർ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരുണ്ട് എങ്കിൽ അവരുടെ നിസ്കാരം ആരംഭിക്കുന്നത് വരെ ആ തക്ബീർ തീറാൻ വരെ അങ്ങനെ തക്ബീർ ചൊല്ലാവുന്നതാണ്. ഇനി ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ അവർക്ക് മെൻസസ് കൊണ്ടോ മറ്റോ നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിസ്കരിച്ചിട്ടില്ല എന്ന് വന്നേക്കാം, മറ്റെന്തെങ്കിലും ചില കാരണങ്ങളോ കൊണ്ട് നിസ്കാരം സാധിച്ചിട്ടില്ലെന്ന് വന്നേക്കാം. സുന്നത്തായ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അങ്ങനെ ആർക്കെങ്കിലും സാധിച്ചിരിക്കുന്നില്ല എങ്കിൽ അങ്ങനെ സഹോദരിമാർ അവർക്കൊക്കെ ളുഹുർ സമയം വരെ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ, ളുഹുർ ബാങ്ക് കൊടുക്കുന്നത് വരെ അവർക്ക് അങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇതാണ് തക്ബീർ രണ്ട് രൂപത്തിലുള്ളത്. ഇനി പെരുന്നാളുമായി ബന്ധപ്പെട്ട മറ്റൊരു സമയമാണ് പെരുന്നാൾ ആശംസ അറിയിക്കുക എന്നുള്ളത്. പെരുന്നാളിൻ്റെ ആശംസ അറിയിക്കുന്ന ആളുകളാണ് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ സ്റ്റാറ്റസിലൂടെ മെസ്സേജിലൂടെ മുമ്പത്തേക്കാൾ ഉപരി ഇന്ന് സ്റ്റാറ്റസുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ആശംസ അറിയിക്കുക എന്നുള്ളത് അത് സുന്നത്താണ്, പെരുന്നാളിന് സുന്നത്താണ്. ഇപ്പോൾ ബലിപെരുന്നാളാണെങ്കിൽ ആശംസ അറിയിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അറഫൻ്റെ അന്ന് രാവിലെ മുതൽക്ക് അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ അറഫൻ്റെ ആശംസ അറിയിക്കാനുള്ള സമയമുണ്ട്. ഇത്രയും ദിവസം പെരുന്നാൾ ആശംസ അറിയിക്കാവുന്നതാണ്. ബലിപെരുന്നാളിന് അങ്ങനെയാണ്. ഇന്ന് ചെറിയ പെരുന്നാളിന് അത്ര സമയമില്ല, സമയത്തിൽ പരിമിതിയുണ്ട്. ബലിപെരുന്നാളിന് അറഫൻ്റെ അന്ന് രാവിലെ മുതൽ അയ്യാമു തശ്രീഖ് ദിവസങ്ങൾ വരെ ആശംസ അറിയിക്കാവുന്നതാണ്. ഏത് രൂപത്തിലും ആശംസ അറിയിക്കാം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻക,
തഖബ്ബലല്ലാഹു മിന്ന വമിൻക് ഇതുപോലത്തതോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റെന്തെങ്കിലും പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശംസ അറിയിക്കാം. അങ്ങനെ ആകുമ്പോൾ തിരിച്ചു പറയേണ്ടത് എന്താണ്? തഖബ്ബലല്ലാഹു മിൻകും അഹ്യാകുമുല്ലാഹു ലിഅംസാലിഹി കുല്ല ആം വഅൻതും ബിഖൈർ എന്നാണ് തിരിച്ചു പറയേണ്ടത്. ഇങ്ങനെ തിരിച്ചു പറയൽ, ആശംസ പറയുന്ന സമയത്ത് തിരിച്ചു പറയലും പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഈ പെരുന്നാളിൽ നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പെരുന്നാളിൻ്റെ തലേദിവസം അറഫൻ്റെ രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് പെരുന്നാൾ, 2 പെരുന്നാളാണെങ്കിലും ദുആക്ക് ഉത്തരം കിട്ടും. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞ സമയങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് പെരുന്നാൾ രാത്രി, 2 പെരുന്നാൾ രാത്രിയും, അതുപോലെ തന്നെ റജബ് 1 രാത്രി, അതുപോലെ തന്നെ ഷഅബാൻ 15 രാത്രി, പിന്നെ എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച രാവിലും ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ പെരുന്നാളിൻ്റെ രാവ് എന്നുള്ളത്. ഹദീസിൽ കാണാൻ കഴിയും, മൻ നഹ്യ ലൈലത്തുൽ ഫിത്രി വ ലൈലത്തുൽ ഈദി ലം യമുത് ഖൽബുഹു യൗമ തമുത്തുൽ ഖുലൂബ്. ഹൃദയങ്ങൾ ചത്തുപോകുന്ന സമയങ്ങളിൽ ഈ ആരെങ്കിലും ഒരാൾ പെരുന്നാൾ രാത്രി ഇഹ്യാ ചെയ്താൽ, ആരാധന കർമ്മങ്ങളെ കൊണ്ട് നിരന്തരമാക്കിയാൽ, അല്ലെങ്കിൽ ആരാധന കർമ്മങ്ങളെ കൊണ്ട് അവൻ്റെ രാത്രിയെ, പെരുന്നാളിൻ്റെ രാത്രിയെ അവൻ സുദൃഢമാക്കിയാൽ ഹൃദയങ്ങളൊക്കെ ചത്തുപോകുന്ന ദിവസങ്ങളിൽ അവൻ്റെ ഹൃദയം ചത്തുപോകുകയില്ല എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പെരുന്നാളിൻ്റെ രാത്രി ദുആക്ക്, പെരുന്നാളിൻ്റെ രാത്രി അതായത് പെരുന്നാളിൻ്റെ രാവ്, ആ രാവിലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്നുള്ളതും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.